കേരളത്തിലെ മിഡിൽ ക്ലാസ് ഫാമിലീസ് ചെയ്യുന്ന ഏറ്റവും വലിയ മണി മിസ്റ്റേക്ക്. സേവിങ്സ് ഉണ്ട്, പക്ഷേ ക്ലാരിറ്റി. പലർക്കും ഇൻകം ഉണ്ട്, സേവിങ്സ് ഉണ്ട്, പക്ഷേ സ്ട്രെസ് മാറുന്നില്ല. പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം ശരിയാണ്, പക്ഷേ ഉള്ളിൽ പീസ് ഓഫ് മൈൻഡ് ഒട്ടും തന്നെ ഇല്ല. ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നോ? അവര് സേവിങ്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടില്ല. സേവിങ്സ് കൊണ്ട് മാത്രം ഫ്യൂച്ചർ സേഫ് ആവില്ല. ഒരു റിയാലിറ്റി ചെക്ക് നോക്കാം. FD, ഗോൾഡ്, LIC, റാൻഡം ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെ പലതും ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചേർന്നാൽ ഫ്യൂച്ചർ സേഫ് ആകുമോ? ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? റിട്ടയർമെന്റ് ലൈഫിലേക്ക് ഒരു ഇൻകം കിട്ടുമോ? ഇൻഫ്ലേഷനെ ഇത് ബാധിക്കുമോ? ഫിനാൻഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു ചെയർ പോലെയാണ്. ചെയറിന് 4 കാലുണ്ട്. ഈ 4 കാലിൽ ഒന്നില്ലെങ്കിലോ ചെയർ നേരെ നിൽക്കില്ല. അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ ലൈഫും. ഫിനാൻഷ്യൽ ലൈഫിൽ ഈ 4 കാര്യങ്ങൾ വേണം. 1 ഇൻകം, 2 പ്രൊട്ടക്ഷൻ, 3 ഗ്രോത്ത്, 4ാമത് വരുന്നത് ഗ്യാരണ്ടീഡ് ഇൻകം. ഈ ഗ്യാരണ്ടീഡ് ഇൻകവും ഈ ഗ്രോത്തും പ്രൊട്ടക്ഷനും ഇതൊന്നുമില്ലാതെ ഫിനാൻഷ്യൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതിലേതെങ്കിലും ഒരു കാല് മാത്രം സ്ട്രോങ് ആയിട്ട് കാര്യവുമില്ല. കാരണം ഒരു കാല് കൊണ്ട് മാത്രം ഒരു കസേരയും നിൽക്കില്ല. എന്തുകൊണ്ടാണ് സ്ട്രെസ് കുറയാത്തത്? സേവിങ്സ് അത്യാവശ്യമുണ്ട്, ഇൻകം വരുന്നുണ്ട്, എന്നിട്ടും സ്ട്രെസ് കുറയുന്നില്ല. എന്തുകൊണ്ട്? ക്ലാരിറ്റി ഇല്ല. കൃത്യമായ ഒരു റോഡ് മാപ്പ് ഇല്ല. റിട്ടയർമെന്റ് വിഷൻ ഇല്ല. റിസ്ക് പ്ലാനിങ്ങും ഇല്ല. ക്ലാരിറ്റി, റോഡ് മാപ്പ്, റിട്ടയർമെന്റ് വിഷൻ, റിസ്ക് പ്ലാൻ, ഇത് 4ഉമില്ലാതെ സമാധാനം കിട്ടില്ല. ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ല. എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഡയറക്ഷൻ ഇല്ലാത്ത യാത്രയാണ്. ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ട്രാവൽ ചെയ്യുന്ന പോലെയായി പോകും. സിമ്പിൾ ഫിനാൻഷ്യൽ ക്ലാരിറ്റി ഫോർമുല. സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കാം? അതിന് ഈ 4 കാര്യങ്ങൾ വേണം. ഇൻകം വേണം, പ്രൊട്ടക്ഷൻ വേണം, ഫ്യൂച്ചർ ഇൻകം വേണം, മെഡിക്കൽ എമർജൻസി പ്ലാനിങ്ങും വേണം. ഈ 4 കാര്യങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ 4 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. ഇൻവിസിബിൾ ആയിട്ടാണ് പല റിസ്കുകളും വരുന്നത്. 1 ഹെൽത്ത് റിസ്ക്. ഹെൽത്ത് റിസ്ക് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, അല്ലേ? ഒരു മെഡിക്കൽ ഇഷ്യൂസ് എപ്പോ വേണമെങ്കിലും വരാം. അതുപോലെ തന്നെ ഇൻകം സ്റ്റോപ്പ് ആവുന്ന റിസ്ക്. എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നിട്ടോ മറ്റോ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വരുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ഇൻകം ഇല്ലാതെയാകും. റിട്ടയർമെന്റ് ആകുമ്പോഴും ഇൻകം ഇല്ലാതെയാകും, അല്ലേ? ഇങ്ങനെ ഇൻകം സ്റ്റോപ്പ് ആവുന്ന ഒരു റിസ്ക് ഉണ്ട്. പിന്നെ വരുന്നത് ഇൻഫ്ലേഷൻ റിസ്ക്. ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറഞ്ഞാല് പണപ്പെരുപ്പ്. നമുക്കറിയാം, ഓരോ വർഷം ചെല്ലും തോറും സാധനങ്ങളുടെ വില കൂടി വരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് പണത്തിന്റെ മൂല്യം കുറഞ്ഞു പോകുന്നു. മുമ്പ് 100 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ ഇന്ന് 100ന്റെ സ്ഥാനത്ത് 1000 കൊടുക്കേണ്ടി വരുന്നു. അതൊരു വലിയ റിസ്ക് തന്നെയാണ്. പല ആളുകളും പ്ലാനിങ് നടത്തുന്നുണ്ടെങ്കിലും ഈ റിസ്കിനെ പരിഗണിക്കാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ഇന്ന് 50,000 രൂപയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ടും അത് മതിയെന്ന് ധരിക്കുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ സംഭവിച്ചു കഴിയുമ്പോഴോ ഈ 50,000ന്റെ സ്ഥാനത്ത് 5 ലക്ഷം വേണ്ടി വരുന്നു. പക്ഷെ അതാരും കണക്കാക്കുന്നില്ല. അവിടെയാണ് റിസ്ക് തുടങ്ങുന്നത്. അടുത്തത് ലോങ്ങവിറ്റി റിസ്ക്, അതായത് ആയുർദൈർഘ്യം. ഇന്ന് മെഡിക്കൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ് അതിന്റെ എല്ലാ വശത്തുകൂടെ ആളുകളെ എത്രത്തോളം ആരോഗ്യത്തോടെ ഇരുത്താമെന്ന് ആലോചിക്കുന്നു. പല ആളുകളും ആയുസ് എത്തിയിട്ടും നീണ്ടു ജീവിക്കുകയാണ്. പണ്ട് 60ഓ 70ഓ വയസ്സിൽ മരിച്ചിരുന്നു ആളുകൾ. ഇന്നോ 80ഓ 85ഓ വയസ്സ് വരെ ആളുകൾ ജീവിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ എക്സ്പെൻസും വളരുകയാണ്. അതിനുള്ള പണവും നമ്മൾ കരുതേണ്ടതുണ്ട്. ഇങ്ങനെ ഈ 4 റിസ്കുകളും പരിഗണിക്കാതെയുള്ള പ്ലാനിംഗ് നടത്തിയാൽ ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല. റിയൽ ഫിനാൻഷ്യൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഫാമിലി പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം, എമർജൻസിക്ക് റെഡി ആയിരിക്കണം, റിട്ടയർമെന്റ് ഇൻകം പ്ലാൻ ചെയ്തിരിക്കണം, ഫ്യൂച്ചർ സ്ട്രെസ് ഇല്ലാതെ ഇരിക്കണം. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. സേവിങ്സ് മാത്രം ഉണ്ടായാൽ പോരാ, അതിനൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം, ക്ലാരിറ്റിയും ഉണ്ടായിരിക്കണം. അടുത്ത വീഡിയോയിൽ കേരളത്തിലെ മിഡിൽ ക്ലാസ് ഫാമിലീസ് ചെയ്യുന്ന അടുത്ത ഒരു ഡേഞ്ചറസ് ഫിനാൻഷ്യൽ മിസ്റ്റേക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.